ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർപ്രൈനർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞാനുള്ളത് നമ്മുടെ മാരുതിയുടെ ഷോറൂമിലാണ്. അപ്പം ഓണത്തിൻ്റെ സമയം ആയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ ഓൾറെഡി ഓഫർ കൂടി നമ്മൾ ചെയ്തിട്ടതാണ്. അപ്പോൾ ഈ ഒരു ഓണ സമയത്ത് എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ട് മാരുതി നൽകിയിട്ടുള്ളത്, എങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ മാരുതിയുടെ ഷോറൂമിൽ വന്നത്. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് കാണാം. അതിനകത്തുള്ള പറയേണ്ട വേറെ കാര്യമൊന്നുമില്ല. ഇതിപ്പം വാഹനം വാങ്ങുന്ന ഒരു കസ്റ്റമർക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് കൺഫേം ആയിട്ടും കിട്ടുന്നതായിരിക്കും. ഒന്ന് വരുന്നത് ട്രോളി ബാഗ് വരുന്നുണ്ട്, അതിനുശേഷം എയർ ഫ്രയർ വരുന്നുണ്ട്, പിന്നെ ടാബ്ലറ്റ് വരുന്നുണ്ട്. അങ്ങനെ 3 കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് വാഹനം എടുക്കുന്ന കസ്റ്റമേഴ്സിന് കിട്ടും. പിന്നെ നറുക്കെടുപ്പിലൂടെ വേറെ കുറേ സമ്മാനങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പിന്നെ കൺഫേം ആയിട്ട് കിട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ എടുക്കാൻ നിൽക്കുന്ന വാഹനങ്ങൾക്കെല്ലാം നമുക്ക് ക്യാഷ് ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത് കൂടാതെ തന്നെ ഒരു 15,000 രൂപയുടെ ആക്സസറീസ് ഓഫർ കൂടി അവർ ഇട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ചില ആൾക്കാർ വന്ന് ബേസ് മോഡൽ വാഹനമായിരിക്കും വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു 15,000 രൂപയുടെ ആക്സസറീസ് ഓഫർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതിനകത്ത് ആഡ് ഓൺ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. താഴെ ആകാശിൻ്റെ നമ്പറുണ്ട്. കൂടുതലായിട്ട് ആകാശിനെ വിളിച്ച് ചോദിച്ചാൽ ആകാശ് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇപ്പം എവിടെയുള്ള കസ്റ്റമേഴ്സിനെ വിളിക്കാം. നമ്മുടെ സ്ഥലം കൊല്ലമാണെന്ന് പറഞ്ഞ് തിരുവനന്തപുരമോ ആലപ്പുഴ എവിടെയുള്ളവർക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ അവിടുത്തെ റേറ്റുമായിട്ട് വ്യത്യാസം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ആകാശിൻ്റെ തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ്, അതായത് എനിക്ക് തോന്നുന്നത് ചില വാഹനങ്ങളൊക്കെ 10 രൂപ ഡൗൺ പേയ്മെൻറ്റ് പോലും ഈ ഒരു മാസം നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. അത് കൂടാതെ സിംഗിൾ ആപ്ലിക്കൻ്റായിട്ട് നിന്ന് പോലും നിങ്ങൾക്ക് ലോൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് സ്കൂട്ടറൊക്കെ ആണെങ്കിൽ ഓക്കെ സിംഗിൾ ആപ്ലിക്കൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇത്രയും പ്രൈസ് വരുന്ന കാറുകളൊക്കെ സിംഗിൾ ആപ്ലിക്കേഷനിൽ ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഓഫർ കൂടി അവരിട്ടിട്ടുണ്ട്. 7 to 8 വർഷം വരെ തിരിച്ചടവ് കാലാവധി വരുന്നുണ്ട്. 8 എന്നുള്ളത് എല്ലാവർക്കും കിട്ടത്തില്ല, സിവിൽ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ 7 എന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും കൺഫേം ആയിട്ട് കിട്ടുന്നതായിരിക്കും. അത്യാവശ്യം ട്രാക്കൊക്കെ ഉള്ള കസ്റ്റമേഴ്സിന് ബാങ്കിൽ തന്നെ അവർ ഫിനാൻസ് ചെയ്ത് തരുന്നതായിരിക്കും. അതായത് ഇപ്പോൾ സാലറി സ്ലിപ്പോട് കൂടി ചെയ്യുമല്ലോ, ആ ഒരു റേറ്റിൽ തന്നെ അത്യാവശ്യം ട്രാക്കും ട്രാൻസാക്ഷനൊക്കെ ഉള്ള കസ്റ്റമേഴ്സിന് അവർ ചെയ്ത് തരുന്നതായിരിക്കും. സിവിൽ സ്കോർ ഇതിനെല്ലാം ബാധകമാണ്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഇപ്പോൾ തുടക്കത്തിൽ എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. ബാക്കി ഇനി ഓരോ മോഡലിനും എത്രയാണ് ഓഫർ എന്നുള്ളത് നമുക്ക് കണ്ടുപോകാം. അപ്പോൾ ആദ്യത്തത് നമ്മുടെ ഈ ഒരു മാരുതിയുടെ ലൈനപ്പിൽ എൻട്രി ലെവലായിട്ട് വരുന്നത് ഈ കിടക്കുന്ന കേട്ടണാണ്. അപ്പോൾ ഇതിപ്പോൾ വൈറ്റ് കളറാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. LXA വേരിയൻറ്റിന് 561 ഓൺ റോഡ് പ്രൈസ്. VXA ആണെങ്കിലോ 6,02,000, VXA പ്ലസ് 6,36 ഓൺ റോഡ് പ്രൈസ്. അതായത് നിങ്ങൾക്കൊരു 5.5 ലക്ഷം രൂപ ബഡ്ജറ്റിൽ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ കിടക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല മറ്റൊരു ബ്രാൻഡിൻ്റെ ഒരു വാഹനത്തിന് ഇതിൽ കുറഞ്ഞ പ്രൈസിൽ കിട്ടുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. നിലവിൽ മാർക്കറ്റിൽ ഏറ്റവും പ്രൈസ് കുറഞ്ഞ് വാങ്ങാൻ പറ്റുന്ന വാഹനം ഇത് തന്നെയാണ്. 560. വേറൊരു കാര്യം പറഞ്ഞുതരാം. 560 ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ മാനുവലിന് 40,000 രൂപയാണ് ഈ മാസത്തെ ക്യാഷ് ഓഫർ. 40,000 രൂപ ക്യാഷ് ഓഫറും ഉണ്ട്. അത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 15,000 ആക്സസറീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എത്ര നിങ്ങൾ നോക്കിയോ, 560ൻ്റെ വണ്ടി 520 സ്വന്തമാക്കാം. അപ്പോൾ 5,20,000 രൂപയ്ക്ക് ഇതിൻ്റെ ഒരു LXA വേരിയൻറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഒരു 5 രൂപ കൂട്ട്, 5 രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നൊരു വാഹനമാണിത്. എക്സ്ചേഞ്ച് ബോണസ് 20,000 ഉണ്ട്. കോർപ്പറേറ്റ് ഓഫർ 3,000. അപ്പോൾ അത് നിങ്ങൾ കൂട്ടണ്ട. അപ്പോൾ എല്ലാവർക്കും എക്സ്ചേഞ്ച് കാണുന്ന കോർപ്പറേറ്റ് ഒന്നും കാണണമെന്നില്ല. അപ്പോൾ ക്യാഷ് ഓഫർ ആയിട്ടുള്ള എത്ര 40,000 ഉണ്ട്. ഇതിൻ്റെ ഓട്ടോമാറ്റിക്കിലേക്ക് പൊക്കഴിഞ്ഞാൽ 45,000 രൂപയും ക്യാഷ് ഓഫർ വരുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് VXA തൊട്ടാണ്. 654 ഉണ്ട് VXAക്ക് ഓൺ റോഡ് പ്രൈസ്. അപ്പോൾ 654ൻ്റെ VXA നമുക്ക് 45,000 രൂപ ക്യാഷ് ഓഫറിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 610 നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. ഇനി ഫുൾ ഓപ്ഷൻ ആണെങ്കിലോ 688 ഓൺ റോഡ് പ്രൈസ്. അപ്പോൾ ഈ മാസം നിങ്ങൾക്ക് ഒരു 10,000 ഒക്കെ അടച്ചു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. ഈ കിടക്കുന്ന ആൾട്ടോ EMI ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 9,000-നകത്തായിരിക്കും വരുന്നത്. 8,800, 8,900 ഒക്കെ ആയിരിക്കും 7 വർഷത്തേക്ക്. 7 വർഷം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വലിയ EMI ആണെന്ന് ഞാൻ പറയത്തില്ല. കാര്യം ഒരു ബുള്ളറ്റ് എടുക്കണമെങ്കിലൊക്കെ നമുക്ക് ഏകദേശം 6,500 EMI വരുന്നുണ്ട്. ആ സ്ഥാനത്താണ് ഈ വാഹനത്തിന് 7 വർഷം വെച്ചാൽ 8,900 റേഞ്ചിൽ EMI വരുന്നത്. 5 വർഷമാണെങ്കിലോ 11,500 ആയിരിക്കും. അപ്പോൾ 5 വർഷം വെച്ചാൽ പെട്ടെന്ന് നമുക്ക് EMI അങ്ങ് തീർന്നു കിട്ടും. അപ്പോൾ അതേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഓൾട്ടോയെക്കുറിച്ച് പറയാനായിട്ടുള്ളൊരു കാര്യം. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ലൈനപ്പിൽ നമുക്ക് അടുത്ത് വരുന്നത് എക്സ്പ്രസോ എന്ന വാഹനമാണ്. അപ്പോൾ എക്സ്പ്രസോ ഇപ്പോൾ ഇവിടെ അകത്ത് ഡിസ്പ്ലേ കിടപ്പില്ല. കാരണം ഒരുപാട് വാഹനങ്ങൾ അങ്ങ് ഡിസ്പ്ലേ ഇടാനുള്ള ഒരു സ്പേസ് നമുക്കിവിടെ കുറവാണ്. അപ്പോൾ എക്സ്പ്രസോയിലേക്ക് വരുന്ന സമയത്ത് VXA ആണെന്നുണ്ടെങ്കിൽ 620 ഓൺ റോഡ്. VXA പ്ലസ് 654 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് ആണെങ്കിലോ 672 VXA. ഈ VXA പ്ലസ് 7,06,000 രൂപയും ഓൺ റോഡ് വരുന്നു. അതായത് 6 ലക്ഷം രൂപ ബഡ്ജറ്റ് വെച്ചേക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് നമ്മുടെ ഈ ഒരു എക്സ്പ്രസോ എന്ന് പറയുന്നൊരു വാഹനം. അത്യാവശ്യം ഹൈറ്റൊക്കെ വരുന്ന വാഹനമാണ്. ഇപ്പോൾ ലേഡീസിനെയൊക്കെ സംബന്ധിച്ച് വളരെ സിമ്പിളായിട്ട് ഇത് കൊണ്ടു നടക്കാനായിട്ട് സാധിക്കുന്നതാണ്.
ഇതിൻ്റെ ഒരു ക്യാഷ് ഓഫർ 40,000 ഉണ്ട് മാനുവലിന്, ഓട്ടോമാറ്റിക്കിനോ 45,000 രൂപയും വരുന്നുണ്ട്. അതായത് VXi എന്ന വേരിയൻറ്റ് 620 ഓൺ റോഡ് വരുന്ന വേരിയൻറ്റ് ഏകദേശം ഒരു 580 റേഞ്ചിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. LXi ഭാഗത്ത് വേറെ കൂട്ടല്ല, LXi അങ്ങനെ മൂവ്മെൻറ്റ് ഒന്നും ഇവിടെ ഇല്ല, LXi വരാറ് പോലുമില്ല. അതിനകത്ത് നേട്ടം VXi തന്നെ എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് LXiയുടെ കാര്യം നമ്മൾ LXi വിട്ടുതരാം, ആ ഒരു വേരിയൻറ്റ് ഉണ്ടെന്ന് നിങ്ങൾ കൂട്ടണ്ട. അപ്പം ക്യാഷ് ഓഫർ 40, ഓട്ടോമാറ്റിക്കിന് 45, എക്സ്ചേഞ്ച് ബോണസ് 20, കോർപ്പറേറ്റ് ഓഫർ 3. ഒരു 10 രൂപ അടച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ഓണത്തിന് ഈ ഒരു വണ്ടി ഇറക്കി കൊണ്ടുപോകാം. ഇതിൻ്റെ കൂടെ തന്നെ ഈ ഓഫർ കൂടാതെ 15 രൂപ അക്സസറീസും ഉണ്ട്. അത് ആകാശനെ വിളിച്ചാൽ മതി, ആകാശം ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു തരും. EMI നോക്കിയാലോ 5 വർഷത്തേക്കാണ് ഒരു 12,800 ഒക്കെ ആയിരിക്കും, 7 വർഷത്തേക്ക് ഒരു 9,900 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും EMI വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വരുന്ന വാഹനം എന്ന് പറയുന്നത് സെലെറിയോ. ഇപ്പോൾ നമ്മളൊക്കെ പോകുന്നത് ഓൾട്ടോ കിടപ്പുണ്ട്, ഇപ്പോൾ ഇവിടെ കിടപ്പില്ല സെലെറിയോ, അപ്പോൾ ഷോർട്ട് കാണിച്ചേക്കാം. ഓൾട്ടോ കിടപ്പുണ്ട്, ഓൾട്ടോ സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ്, പിന്നെ എക്സ്പ്രസ്സോ, പിന്നെ സെലെറിയോ നമുക്ക് വരുന്നത് VXi 692, ZXi 752, ZXi പ്ലസ് 781, VXi ഓട്ടോമാറ്റിക് 745, ZXi ഓട്ടോമാറ്റിക് 779, ZXi പ്ലസ് 834 ഓൺ റോഡ് പ്രൈസ്. ഈ ഒരു വാഹനത്തിന് നമുക്ക് 15 രൂപയുടെ അക്സസറീസ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ വന്ന് ചോദിച്ചാൽ മതി, ആകാശം അത് നിങ്ങൾക്ക് ചെയ്തു തരും. ക്യാഷ് ഓഫർ 40, ഓട്ടോമാറ്റിക്കിന് 45. നേരത്തെ നമ്മൾ ഓൾട്ടോയ്ക്കും എക്സ്പ്രസ്സോയ്ക്കും എല്ലാം സെയിം തന്നെ പറഞ്ഞത്. 20 എക്സ്ചേഞ്ചും 3 കോർപ്പറേറ്റും. ഒരു 20 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനം ഇറക്കിക്കൊണ്ട് പോകാം. 5 വർഷത്തേക്കാണെങ്കിൽ 14 റേഞ്ചിലും 7 വർഷത്തേക്കാണെങ്കിൽ ഒരു 11 റേഞ്ചിലുമാണ് ഈ ഒരു വാഹനത്തിന് EMI വരുന്നത്. അത്രയും ഉണ്ട് സെലെറിയെക്കുറിച്ച് പറയാനായിട്ട്. ഇനിയിപ്പോൾ നമുക്കുള്ളത് വാഗണോറാണ്. അപ്പോൾ വാഗണോർ ഇപ്പോൾ നമുക്ക് അവിടെ ഉണ്ട് കാണിക്കാനായിട്ട്. വാഗണോർ അവിടെ കിടപ്പുണ്ട്. വാഗണോറിലേക്ക് വരുന്ന സമയത്ത് LXiക്ക് 6,58,000 ഓൺ റോഡ് പ്രൈസ്. ഇത് VXi ആണെങ്കിലോ 7,11 ഓൺ റോഡ്. ZXi 7,49, ZXi പ്ലസ് 8,5 ഓൺ റോഡ്. ഇനി ഇതിൻ്റെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ 7,63 VXi, 8,2 ZXi, 8,58 ZXi പ്ലസ് എന്നിങ്ങനെയാണ് പോകുന്നത്. ക്യാഷ് ഓഫർ 40. അതായത് ഇതിൻ്റെ ഓട്ടോമാറ്റിക്കിനും മാനുവലിനും ഒക്കെ സെയിം ഓഫർ തന്നെ, വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ വരുന്നില്ല. 20 എക്സ്ചേഞ്ചും കോർപ്പറേറ്റ് 3. ഈ ഒരു വാഹനത്തിൽ നമുക്ക് 15,000 രൂപയുടെ അക്സസറീസ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ്. അത് എടുത്തു പറഞ്ഞേക്കാം. ഇപ്പോൾ ഞാൻ ഏതെങ്കിലും വാഹനത്തിൽ വിട്ടു പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആകാശനോട് ചോദിച്ചാൽ മതി. ഡൗൺ പേയ്മെൻറ്റ് 20, 5 വർഷത്തേക്കാണെങ്കിൽ ഒരു 13,400, 7 വർഷത്തേക്ക് 10,400 റേഞ്ചിലുമായിരിക്കും അതിന് EMI വരുന്നത്. അടുത്ത കിടക്കുന്നത് നമ്മുടെ സ്വിഫ്റ്റാണ്. അപ്പോൾ സ്വിഫ്റ്റ് ഇവിടെ ബ്ലൂ കളർ തന്നെ ഇവിടെ തന്നെ കിടപ്പുണ്ട് കാണിക്കാനായിട്ട്. എനിക്കൊന്ന് ഈ കിടക്കുന്നത് ZXi ആണെന്ന് തോന്നുന്നു, അതായത് ZXi പ്ലസ് ആണെന്ന് അറിയില്ല. അപ്പം ഇതിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ മൈലേജ് ഒക്കെ എഴുതി വെച്ചേക്കുന്നതാണ് 25.75 റേഞ്ചിൽ മൈലേജ് ഉണ്ടെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ അത്രത്തോളം മൈലേജ് നമുക്ക് ഈ ഒരു വാഹനത്തിന് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലേക്ക് നോക്കുന്ന സമയത്ത് കുറച്ച് അക്സസറീസും ഒക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് താഴത്തെ ആ സ്കേർട്ടിംഗ് ഒക്കെ നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. അത് കണ്ടിന്യൂ ചെയ്ത് സൈഡിൽ കൂടി റിയർ സൈഡിൽ വരെ പോകുന്ന രീതിയിലുള്ളതാണ്. അത് കൊള്ളാൻ നല്ല രസമുണ്ട്. ആ സ്കേർട്ടിങ് ഫ്രണ്ട് പോർഷനിലാണ് നല്ല രസമുണ്ട് കാണാൻ. ഈ റെഡ് സിൽവർ വാഹനത്തിലൊക്കെ നല്ല രസമായിരിക്കും ഇത് കാണുന്നതിന്. അപ്പോൾ ആ രീതിയിലാണ് അവർ ചെയ്തിട്ടേക്കുന്നത്. ഷോറൂമിനകത്ത് കിടക്കുന്നതുകൊണ്ട് നീല കളർ വാഹനം കാണാനും നല്ല സൗന്ദര്യം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു LXiക്ക് 773 ഓൺ റോഡ്, VXiക്ക് 867, VXi ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ട്, അതിന് 899, ZXi 984, ZXi പ്ലസ് 1065 ഓൺ റോഡ് പ്രൈസ് വരുന്നു. ഓട്ടോമാറ്റിക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ VXiക്ക് 925, VXi ഓപ്ഷൻ 955, ZXi 1039, ZXi പ്ലസ് 1120 ഓൺ റോഡ് പ്രൈസ് വരുന്നു. ക്യാഷ് ഓഫറായിട്ട് ഈ വാഹനത്തിന് ഈ മാസം 20,000 രൂപയാണ് കിടക്കുന്നത്. എക്സ്ചേഞ്ച് ബോണസ് 15, കോർപ്പറേറ്റ് ഓഫറും 3. ഡൗൺ പേയ്മെൻറ്റ് 40 രൂപ നിങ്ങൾക്ക് ഒരു സ്വിഫ്റ്റ് എന്ന വാഹനം ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. 5 വർഷത്തേക്ക് 16,000, 7 വർഷത്തേക്ക് 12,400 റേഞ്ചിലുമായിരിക്കും ഇതിൻ്റെ EMI വരുന്നത്. അത്രേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡിസൈറിലേക്ക് വരാം. അപ്പോൾ ഡിസൈറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് VXiക്ക് 893 ഓൺ റോഡ്, ZXiക്ക് 972, ZXi പ്ലസിന് 1055. ഓട്ടോമാറ്റിക് ആണെങ്കിലോ 945, 15, 18 എന്നിങ്ങനെയാണ് വേരിയൻസിന് പ്രൈസ് പോകുന്നത്. 10 രൂപ ക്യാഷ് ഓഫറും മാനുവലിന് 15 രൂപ നമുക്ക് ഓട്ടോമാറ്റിക്കിനും ക്യാഷ് ഓഫർ കിടപ്പുണ്ട്. എക്സ്ചേഞ്ച് ബോണസ് 15, കോർപ്പറേറ്റ് 3. ഡൗൺ പേയ്മെൻറ്റ് ഇതിൻ്റെ ഒരു 60 രൂപയ്ക്ക് ഉണ്ട് നമുക്ക് വാഹനം ഇറക്കിക്കൊണ്ട് പോകാം. EMI 5 വർഷത്തേക്ക് 18,500, 7 വർഷത്തേക്ക് 14,400 റേഞ്ചിലാണ് അതിൻ്റെ EMI വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വരുന്നത് ഈക്കോയാണ്. അപ്പോൾ ഈക്കോയെക്കുറിച്ച് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം ഒരുപാടങ്ങ് ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു വാഹനമൊന്നുമല്ല നമ്മുടെ ഈക്കോ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ആവശ്യമുള്ള കസ്റ്റമേഴ്സാണ് കൂടുതലും എടുക്കുന്നത്. ഇപ്പോൾ 7 സീറ്ററും ഉണ്ട്, 5 സീറ്ററും ഉണ്ട്. ഏത് വേണേലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. 7 സീറ്റർ ആണെങ്കിൽ അതിനകത്ത് AC കാര്യങ്ങളൊന്നും വരുന്നില്ല. 5 സീറ്ററിനകത്താണ് AC കാര്യങ്ങളൊക്കെ വരുന്നത്.
അപ്പം 5 സീറ്റർ ആണെന്നുണ്ടെങ്കിൽ 679 ഓൺ റോഡ്, 7 സീറ്റർ 671 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ക്യാഷ് ഓഫറായിട്ട് 25ഉം എക്സ്ചേഞ്ച് 15ഉം കോർപ്പറേറ്റ് 3 ഓഫർ. ഡൗൺ പേയ്മെൻറ്റ് 80,000 രൂപയുണ്ടെങ്കിൽ നമുക്ക് ഈക്കോ ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റും. 5 വർഷത്തേക്ക് 12,900, 7 വർഷത്തേക്ക് 10 രൂപ റേഞ്ചിലായിരിക്കും EMI വരുന്നത്. ഇനിയുള്ളത് ബ്രസയാണ്. ബ്രസയ്ക്ക് ZXA പ്ലസിന് 20,000 ക്യാഷും അതേപോലെ തന്നെ 15,000 എക്സ്ചേഞ്ചും 3,000 കോർപ്പറേറ്റും വരുന്നുണ്ട്. അപ്പം ബ്രസയ്ക്കൊക്കെ ഓഫർ നൽകിയത് നല്ല കാര്യം തന്നെയാണ്. പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 992 മുതലാണ് 1527 വരെ മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇനി ഓട്ടോമാറ്റിക് ആണെങ്കിൽ 1348 മുതൽ 1695 വരെയാണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതായത് LXA 992, VXA 1152, ZXA 1355, ZXA പ്ലസ് 1527. വേറെ ഒന്നുമില്ല പറയാൻ. 1 ലക്ഷം രൂപയുടെ വണ്ടി ഇറക്കിക്കൊണ്ട് 5 വർഷത്തേക്ക് 20,000, 7 വർഷത്തേക്ക് 15,600. അത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാനായിട്ട്. ഇനിയുള്ള ലാസ്റ്റ് വാഹനം എർട്ടിഗയ്ക്ക് അങ്ങനെ നമ്മൾ ഓഫർ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ ഈ ഒരു ഓഫർ ഇവിടെ ചെയ്തു തുടങ്ങി ഇന്നേ വരെ നമ്മൾ ഓഫർ കണ്ടിട്ടില്ല. ഇപ്പോഴും നമുക്ക് ഓഫറും കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല എർട്ടിഗയ്ക്ക്. അപ്പോൾ എർട്ടിഗയിലേക്ക് വരുന്ന സമയത്ത് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫറില്ല, പ്രൈസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞങ്ങ് പോകാം. നമുക്ക് VXA ആണെങ്കിൽ 1167, ZXA 1328, ZXA പ്ലസ് 1412 ഓൺ റോഡ്. ഓട്ടോമാറ്റിക് ആണെങ്കിലോ VXAക്ക് 1364, ZXA 1496, ZXA പ്ലസ് 1580. 1 ലക്ഷം രൂപയുടെ വണ്ടി ഇറക്കിക്കൊണ്ട് പോകാം. EMI വരുന്നത് 5 വർഷത്തേക്ക് 24ഉം 7 വർഷത്തേക്ക് 18,500 ആ റേഞ്ചിലൊക്കെയാണ്. അപ്പോൾ ഇതൊപ്പം ഓഫറൊക്കെ കണ്ടു. ഇപ്പോൾ ഒരുവിധം എല്ലാ വാഹനങ്ങൾക്കും ഓഫറും കാര്യങ്ങളൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. ആകെ ഓഫർ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ എർട്ടിഗയ്ക്ക് മാത്രമാണ് ഓഫർ ഇടാത്തത്. ബാക്കി എല്ലാ വാഹനങ്ങൾക്കും അവർ ഓഫർ ഇട്ടിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അഷ്യൂർഡായിട്ടുള്ള ഒരു ഗിഫ്റ്റിൻ്റെ തരം ഞാൻ പറഞ്ഞു, ട്രോളി ബാഗ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അഷ്യൂർഡായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നറുക്കെടുപ്പിലൂടെ ഒരുപാട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഒരുവിധപ്പെട്ട എല്ലാ വാഹനങ്ങൾക്കും 15,000 ആക്സസറീസ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ്. ഈ മാസം 19 തീയതി മാത്രമാണ് വരുന്നത്. കയ്യോടെ തന്നെ ആകാശനെ വിളിച്ച് വാഹനം ബുക്ക് ചെയ്ത് അതൊക്കെ ഉറപ്പിക്കാൻ നോക്കുക. ക്യാഷ് ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ എവിടെയുള്ളവർക്ക് നിങ്ങൾക്ക് വിളിക്കാം. ആകാശ് ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ സിംഗിൾ ആപ്ലിക്കൻ്റായിട്ട് ലോൺ ചെയ്യാനുള്ള സൗകര്യം വന്നു. അത് നല്ലൊരു കാര്യം തന്നെയാണ്. 7 മുതൽ 8 വർഷം വരെ ഫിനാൻസ് സൗകര്യം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ് പറയാനുള്ളത്, കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ്, ചില വാഹനങ്ങളൊക്കെ 10 രൂപയ്ക്ക് വരെ നമുക്ക് ഇറക്കിക്കൊണ്ട് പോകാനുള്ള ഓപ്ഷൻ അവർ നൽകിയിട്ടുണ്ട്. അതിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. പോകണ വേണ്ട അത്യാവശ്യം സ്റ്റോക്കും കാര്യങ്ങളൊക്കെ അവർക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത്രയും വെയിറ്റിംഗ് പീരീഡൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കിക്കൊണ്ട് പോകാം. അപ്പോൾ സ്വിഫ്റ്റൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൈലേജ് കണ്ടിട്ട് 25.75 അതിനകത്ത് മൈലേജ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത്രയും നല്ല രീതിയിൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കയ്യോടെ തന്നെ വിളിച്ച് ആകാശനെ വിളിച്ച് വാഹനം ബുക്ക് ചെയ്ത് സ്വന്തമാക്കാൻ നോക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതേപോലെ തന്നെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു ദിവസം വരും. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.